ഹ്വാങ്ങും റൂമിലിരുന്ന ചൈനീസ് മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും ക്വിനും അവിടേക്ക് എത്തുന്നു. ഈ ഒരു സമയത്ത് ഹ്വാങ്ങിന്റെ വൈഫ് മരുന്നൊക്കെ ഒളിപ്പിച്ചു വെക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളും എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ക്വിനും അവരെ അറിയിക്കുകയാണ്. പിന്നീട് ഹ്വാങ് വീട്ടിലേക്കൊക്കെ മടങ്ങിയെത്തി കഴിയുമ്പോഴത്തേക്കും ഷെന്നും അതുപോലെ തന്നെ ബോസും അവന്റെ വീട്ടിലേക്കൊക്കെ എത്തുന്നു. അങ്ങനെ ഇരിക്കെ നടന്ന സംഭവങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഷൻ ചോദിക്കുമ്പോഴത്തേക്കും നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ച് ഹാർട്ടിനൊക്കെ വേദന തോന്നിയപ്പോഴത്തേക്കുമായിരുന്നു ആദ്യം ചെക്കപ്പ് ഒക്കെ ചെയ്തത്. അങ്ങനെ സാധാരണ ഒരു ക്ലിനിക്കിൽ വെച്ചിട്ടായിരുന്നു എനിക്ക് ഇങ്ങനൊരു അസുഖമാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നതും എന്നോട് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും വീട്ടിലാകെ ജോലിക്ക് പോകുന്നത് ഞാനാണ്, എന്നെ ആശ്രയിച്ചാണ് ഈ ഒരു കുടുംബം കഴിയുന്നത്. അതുകൊണ്ടായിരുന്നു ഞാനും എന്റെ അസുഖം ഒന്നും തന്നെ കാര്യമാക്കാതെ ജോലിക്കൊക്കെ പിന്നീട് പോയത്. നിങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങളും ഇതെല്ലാം തന്നെ ചെയ്തതെന്നൊക്കെ ഹാങ് പറയുമ്പോഴത്തേക്കും ആദ്യം നീയുമായിട്ട് സംസാരിച്ച സമയത്ത് സെറ്റിൽമെന്റ് ഒക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞതായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു വാക്കൊക്കെ നീ മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഷൻ ചോദിക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ നടന്ന സംഭവം എല്ലാം തന്നെ ഹ്വാങ്ങും പറയുന്നു. അതായത് ഹാങ് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്ന സമയത്ത് ജിയോയും ഹ്വാങ്ങിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ജിയോ ആയിരുന്നു ഒരുപാട് പണമൊക്കെ മുടക്കിയിട്ടാണ് ഈ ഒരു ഷോ ഒക്കെ നടത്തുന്നതെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാൾക്ക് കോമ്പൻസേഷൻ തന്നു എന്ന് വിചാരിച്ച് ഷോയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുന്നതല്ല എന്നും അതുകൊണ്ട് തന്നെ ഒരു വർഷം റെസ്റ്റ് എടുത്തിട്ട് അതിന്റെ തുകയെല്ലാം തന്നെ ഈ ഒരു കോമ്പൻസേഷൻ എന്ന രീതിക്ക് നിങ്ങൾ മേടിച്ചെടുക്കണമെന്നും എല്ലാം തന്നെ അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ജിയോയും ഇത് വലിയൊരു പ്രശ്നമാവുകയില്ല എന്നൊക്കെ ഉറപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നമൊക്കെ ആവുകയാണെങ്കിൽ അത് പ്രോഗ്രാമിനെ ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവളെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ക്വിനിന്റെ നമ്പർ കൂടി അവളും കൊടുക്കുന്നു. സോ ജിയോ പറഞ്ഞത് പ്രകാരമായിരുന്നു അഡ്വക്കേറ്റ് കൂടിയായിരുന്ന ക്വിനിനെ കോണ്ടാക്ട് ചെയ്ത് ഈ ഒരു കേസൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഇപ്പോൾ അവരും തുറന്നു പറയുന്നു. നിങ്ങൾ പറഞ്ഞത്ര എമൗണ്ട് ഒന്നും നൽകുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ല, എങ്കിൽ പോലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിക്കുള്ള ഒരു എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങളുടെ അസുഖമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും പതിവ് പോലെ നിങ്ങൾക്കും തിരിച്ച് വർക്കിനൊക്കെ വരുവാനായിട്ട് സാധിക്കും എന്നൊക്കെ ഷെന്നും ഇപ്പോൾ അവരുടെ അടുത്തായിട്ടൊക്കെ പറയുന്നു. പിന്നീട് അവരും അവിടെ നിന്ന് പോവുകയാണ്. ജിയോനെ ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ വിളിപ്പിച്ചിരിക്കുകയാണ്. ഹാങ്ങിന്റെ കേസുമായി ബന്ധപ്പെട്ട് ജിയോയ്ക്കായിരുന്നല്ലോ എല്ലാ രീതിക്കുള്ള പങ്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണെന്നൊക്കെ ഷെന്നും അറിയിക്കുന്നു. എന്റെ അച്ഛനാണ് ഈ ഒരു ഷോയുടെ ഇൻവെസ്റ്റർ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോയിരിക്കുന്നു. എന്നെ പിരിച്ചുവിടുകയാണെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും ഈ ഒരു ഷോയ്ക്ക് പണം നൽകുന്നതൊക്കെ നിർത്തുന്നതായിരിക്കും എന്നൊക്കെ ജിയോ പറയുമ്പോഴത്തേക്കും നിന്റെ അച്ഛനും ഞങ്ങളുടെ ഷോയും തമ്മിൽ കോൺട്രാക്ട് ഒക്കെ ഉള്ളതാണ്. അങ്ങനെ ഇരിക്കെ കാരണമില്ലാതെ കോൺട്രാക്റ്റിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ നിന്റെ അച്ഛനായിരിക്കും ജയിലിലൊക്കെ കിടക്കുക എന്നൊക്കെ ഷെന്നും അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജിയോയും ഇത് ഷെന്നിന്റെ മാത്രം തീരുമാനമായിരിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ബോസിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ നിന്റെ അച്ഛനോട് നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിന്നെ ഷോയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് നിന്റെ അച്ഛന് സമ്മതമാണ്. അയാളും ഒരുപാട് പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതല്ലേ, ഇനിയും നിന്നെ ഇവിടെ നിർത്തുകയാണെങ്കിൽ ഈ ഒരു പണം എല്ലാം തന്നെ വെറുതെ ആകുന്നതായിരിക്കും എന്നൊക്കെ അയാൾക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ അച്ഛന്റെ അടുത്ത് പോയി നീ സമാധാനമൊക്കെ പറയേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയാണ് ബോസും ജിയോയോട് പറയുന്നത്. ഷെന്നും നേരത്തെ ഡോക്ടറിനെ വൈഫിനെയും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ ഷെന്നും പുതിയൊരു ഐഡിയ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അതായത് ഇവരുടെ ഷോയിലെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്നുള്ള രീതിക്ക് അവരുടെ സ്റ്റോറിയൊക്കെ ഇടുവാനായിട്ടാണ് അവളും ആഗ്രഹിക്കുന്നത്. അവളും നേരത്തെ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്ന അവരുടെ സ്റ്റോറി എല്ലാം തന്നെ ഇപ്പോൾ ഷോയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ അടുത്തും അറിയിക്കുന്നു. ആ ഒരു സ്ത്രീക്ക് അൽഷിമേഴ്സ് ഒക്കെ ഉള്ളതല്ലേ, വിവാഹത്തിന്റെ കാര്യം എല്ലാം തന്നെ അവർ മറന്നുപോയെന്നൊക്കെയല്ലേ നീയും പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, നമുക്കും അവരുടെ വിവാഹമൊക്കെ നടത്താം. അങ്ങനെ വിവാഹം നടത്തിയിട്ട് ആ ഒരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് അവർക്കും അതൊക്കെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും വിവാഹമൊക്കെ കഴിഞ്ഞ കാര്യം ഉറപ്പായിട്ടും അവർ ഓർത്തിരിക്കുന്നതായിരിക്കും എന്നൊക്കെ ബോസും പറയുന്നു. മാത്രമല്ല ഇതെല്ലാം തന്നെ സ്പെഷ്യൽ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യുവാനായിട്ടാണ് അവരും തീരുമാനിച്ചിട്ടുള്ളത്. ഷെന്നലും ഒന്നിച്ച കാര്യം ഒന്നും തന്നെ ക്യൂന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ ഒരു കാര്യം എല്ലാം തന്നെ സൂവും ഇപ്പോൾ അവളെ കൂടി അറിയിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചു എന്നത് സത്യം തന്നെയാണ്, എങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ പ്രണയിക്കാനായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. കുറച്ചുനാള് ഒന്നിച്ചൊക്കെ നോക്കാം, എന്നിട്ട് സെറ്റ് ആവുമോ എന്നൊക്കെ പിന്നീട് തീരുമാനിക്കാമെന്ന രീതിക്കൊക്കെയാണ് ഇപ്പോൾ ഷെന്നും സംസാരിക്കുന്നത്. മാത്രമല്ല ഞങ്ങൾ വില്ലേജിലൊക്കെ പോയ സമയത്ത് അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കപ്പിളൊക്കെ ഉണ്ട്. അവരുടെ സ്നേഹമൊക്കെ കണ്ടപ്പോഴത്തേക്കുമാണ് എന്റെ മനസ്സൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവരുടെ വിവാഹമൊക്കെ നമ്മൾ നടത്തുവാനായിട്ട് പോവുകയാണ്. നമ്മൾ വേണം മുമ്പിൽ നിന്ന് അതെല്ലാം തന്നെ ചെയ്തു കൊടുക്കുവാനെന്നൊക്കെ പ്രത്യേകമായിട്ട് സൂവിന്റെയും ക്വിന്നിന്റെയും അടുത്തൊക്കെ ഷെന്നും പറയുന്നു. ഇപ്പോൾ വിവാഹമൊക്കെ നടക്കുന്ന ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. ഡോക്ടറും വളരെയധികം ഹാപ്പി ആയിട്ട് വിവാഹമൊക്കെ കഴിക്കുവാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും വൈഫും അദ്ദേഹത്തിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ്. പക്ഷേ വിവാഹം കഴിക്കുവാനായിട്ട് സമ്മതിക്കാതെ
തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഡോക്ടറാണെന്ന് മനസ്സിലാക്കാതെയൊക്കെ ആയിരുന്നു വൈഫും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരും ഒരുപാട് വയലന്റ് ആയിട്ടൊക്കെ പെരുമാറുന്നു. എങ്കിൽ പോലും ഡോക്ടറും വൈഫിനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് അത് ഡോക്ടർ തന്നെയാണെന്നൊക്കെ മനസ്സിലാക്കി വൈഫും ഒരുപാട് ഹാപ്പി ആകുന്നു. അങ്ങനെ അവരുടെ വിവാഹം ഒന്നും കൂടി നടത്തുകയാണ്. വിവാഹമൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പരസ്പരം ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നു. അധികം വൈകാതെ തന്നെ നമ്മുടെ റിസൾട്ട് ഒക്കെ വരുന്നതായിരിക്കും. അങ്ങനെ റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഷോയിൽ നിന്നൊക്കെ പുറത്താകുന്നതായിരിക്കും എന്നൊക്കെ സായോയുടെ അടുത്ത് യൂസി പറയുമ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും ഷോയിൽ നിന്ന് പുറത്താക്കാതെ മുന്നോട്ടുള്ള എപ്പിസോഡ്സിലൊക്കെ പോവുകയായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു മറുപടിയൊക്കെ സയോയും തിരിച്ചു പറയുന്നു. ഇവിടെ അടുത്തായിട്ട് തന്നെ നമ്മളൊരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കിന്ന് അവിടെ താമസിക്കാമെന്ന രീതിക്ക് എല്ലാം തന്നെ ചെങ് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും പലർക്കും പല പല തിരക്കുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒടുവിലായിട്ട് ചെങ്ങും സുവും ഷെന്നും ലൂവും മാത്രമാണ് ഹോട്ടലിലൊക്കെ താമസിക്കുവാനായിട്ട് തയ്യാറാകുന്നത്. അവർ കപ്പിളായിട്ട് തന്നെയായിരുന്നു റൂമും എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഇപ്പോഴെങ്കിലും ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ഒക്കെ ആയോ എന്ന് ലൂ ഷെന്നിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോഴും നീ ബോയ് ഫ്രണ്ട് ഒന്നും ആയിട്ടില്ല, ട്രയലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിക്കായിരുന്നു അവളും മറുപടി കൊടുത്തത്. ഡോക്ടറിന്റെ വൈഫിനെയും പ്രണയത്തെക്കുറിച്ച് എല്ലാം തന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ചിന്താഗതി മൊത്തത്തിൽ മാറി. ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നൊക്കെയുണ്ട്. മാത്രമല്ല അവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിന്നെയും ഞാൻ സ്നേഹിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനും ത്യാഗമൊക്കെ ചെയ്യുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെങ്ങും ഫോണൊക്കെ എടുത്തിട്ട് ഗെയിമിംഗ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നു. ഇനി ഞാനും നിന്നെ നന്നായി തന്നെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും എന്നൊക്കെ അവനും പറയുന്നു. അവൾക്കും ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും നാളെ നമുക്ക് എവിടെയാണ് പോകേണ്ടത്, ഏത് വഴിക്കാണ് പോകേണ്ടത്, എന്ത് ഫുഡാണ് നിനക്ക് കഴിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ വീണ്ടും അവളെ ശല്യം ചെയ്യുന്നു. എങ്കിൽ പോലും നിനക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ സെലക്ട് ഒക്കെ ചെയ്തോ, ഞാനും അതൊക്കെ തന്നെ ചെയ്യുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ അവൾ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും നിന്റെ മനസ്സിൽ എന്തെങ്കിലും കാണുമല്ലോ, അതേ കാര്യം ഞാൻ പറയണമെന്നൊക്കെയാണല്ലോ നീയും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ മറുപടിയൊക്കെ നൽകിയതെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും അവളുടെ പിറകെയൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങളില്ലാതെ ശരിക്കും ഒന്ന് ഉറങ്ങുവാൻ വേണ്ടിയിട്ട് അവളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നെല്ലാം തന്നെ അവനും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവനും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നൊക്കെയുണ്ട്. പക്ഷെ അവളുടെ ആയിരുന്നു ഉറക്കമൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഷെൻ എണീറ്റൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ലൂവിനെ പേരൊക്കെ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാലം നീ എന്റെ പേരല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പോൾ ഞാൻ ഒന്നുമില്ലെങ്കിലും നിന്റെ ട്രെയിനർ ആയിട്ടുള്ള ബോയ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് തന്നെ നീ എന്നെ ചേട്ടാ എന്നൊക്കെ ഒന്ന് വിളിക്കാമോ എന്നൊക്കെ ലൂ ഒന്ന് ചോദിക്കുന്നു. പക്ഷെ അവളും ചേട്ടാ എന്ന് വിളിക്കുവാനായിട്ട് തയ്യാറാകാതെ ലൂ എന്നൊക്കെ ആയിരുന്നു വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് അവരും കിസ് ചെയ്യുന്നു. കിന്നും കേസൊക്കെ പ്രൈവറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ അതിനെക്കുറിച്ചൊക്കെ സീനിയറും സംസാരിക്കുന്നു. കേസൊക്കെ പ്രൈവറ്റ് ആയിട്ട് തന്നെ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കമ്പനിക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും അതുകൊണ്ട് ഉണ്ടാവുന്നതല്ല. എങ്കിൽ പോലും എല്ലാ കേസും കോടതി വരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന രീതിക്കൊക്കെയാണ് സീനിയറും സംസാരിക്കുന്നത്. മാത്രമല്ല കിന്നും ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം തന്നെ സീനിയറിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും ഇതുപോലെയൊക്കെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുവാനും സീനിയർ അവളുടെ അടുത്തൊക്കെ പറയുന്നു. മാത്രമല്ല അവളുടെ മുഖത്തൊക്കെ ഒരുപാട് ഗ്ലോ ഒക്കെ തോന്നിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ നീ വല്ല റിലേഷൻഷിപ്പിലാണോ എന്ന് പോലും സീനറു അവളുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അവളും അല്ല എന്നൊരു മറുപടിയൊക്കെ കൊടുക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.